സമയം രാവിലെ 10 മണി. കോഴി സമ്മതിക്കൂല ഡബ് ചെയ്യാനായിട്ട്. അത് പോട്ടെ. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ വീടല്ല കേട്ടോ, ഇത് അപർണ ചേച്ചിയുടെ വീടാണ്. ഞാൻ വെള്ളനാട് ക്ഷേത്രത്തിൽ ഉത്സവത്തിന് ഒരു വ്ളോഗ് ഇട്ടിരുന്നില്ലേ, അപർണ ചേച്ചിയുടെ വീട് തന്നെ. എൻ്റെ വീട്ടിലോ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല, എന്നാൽ പിന്നെ ഇവിടെ ഒരു വീഡിയോ എടുക്കാമെന്ന് കരുതി. രാവിലെ 10 മണിയായിട്ട് എഴുന്നേൽക്കാതെ കിടക്കുകയാണ്. പക്ഷെ ഞാൻ നേരത്തെ ഉണർന്ന് കിടപ്പുണ്ട്, കട്ടിലേന്ന് എഴുന്നേറ്റിട്ടൊന്നും ഇല്ലാന്നേ ഉള്ളൂ കേട്ടോ. വീട്ടിലാണെങ്കിൽ രാവിലെ 5 മണിയാകുമ്പോൾ വിളിക്കാൻ തുടങ്ങും, ഇടി എഴുന്നേക്കിടി എഴുന്നേക്കിടി എന്ന് പറഞ്ഞു. ഇവിടെ പിന്നെ ആ പ്രശ്നമൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ അങ്ങ് കിടന്നു. ഹായ്, ഞാനൊരു 8 മണിയായപ്പോൾ എഴുന്നേറ്റു. എന്നിട്ട് തിരിഞ്ഞ് മറിഞ്ഞ് കിടക്കുകയായിരുന്നു. ചേച്ചി എഴുന്നേറ്റില്ല, അതുകൊണ്ടാണ് സമയം 10 മണിയായി. ഞാനിപ്പോഴാണ് മുകളിലോട്ട് കയറിയത്. ഞങ്ങൾ താഴെയാണ് കിടന്നത്, കാരണം റൂം നല്ല ചൂടുണ്ട്. ഇനി പല്ലൊക്കെ തേച്ച് മുടിയൊക്കെ ഒന്ന് ചെയ്ത് കിട്ടണം. അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് ഞാൻ പെട്ടെന്ന് വരാം. ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. എൻ്റെ വീട്ടിൽ എന്തായാലും നടക്കൂല ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്യാൻ, കാരണം അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ അങ്ങനൊരു വീഡിയോ ചെയ്യാമെന്ന് കരുതി. ഇന്ന് കുറച്ച് പ്ലാനൊക്കെ ഞാൻ ചേച്ചിയും കൂടി ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ ആവും ദൈവത്തിനറിയാം. അപ്പോൾ ഞാൻ ഈ പല്ലൊക്കെ തേച്ചിട്ട് വരും. അങ്ങനെ പല്ലെല്ലാം തേച്ച് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ടുണ്ട്. ഇനി താഴെ പോയിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം കേട്ടോ. രാവിലെ കഴിച്ചത് പുട്ടും പഴവുമായിരുന്നു. എന്തായാലും ഇന്ന് കുറേ തള്ളാനൊക്കെ ഉള്ളതാണ്, അപ്പം ഇത് തന്നെ അങ്ങ് ഇരിക്കട്ടെന്ന് കരുതി. ഇതെന്ന് പറയുന്ന അപർണ ചേച്ചിയുടെ അച്ഛൻ്റെ കൗൺസിലിംഗ് റൂമാണ്. അച്ഛൻ കൗൺസിലർ അങ്ങനെ എന്തോ ഇതായിട്ടാണ് വർക്ക് ചെയ്യുന്നത്, എനിക്ക് ക്ലിയർ ആയിട്ട് അറിയില്ല കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ചേച്ചി TTC പഠിക്കുന്ന ആളാണ്. അപ്പോൾ ചേച്ചിക്ക് ഒരുപാട് എഴുതാനൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ബോർഡർ വരച്ചു കൊടുക്കാൻ വേണ്ടിയായിരുന്നു. അപ്പോൾ ഇതിനു മുമ്പ് ഞങ്ങൾ താഴെ പോയിട്ടൊരു പരിപാടി ചെയ്തിട്ടാണ് ഇപ്പോൾ മുകളിൽ കയറി വന്നത്. ഫുഡെല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ മോമോസ് ഉണ്ടാക്കാമെന്ന് കരുതി. വീട്ടിൽ നിന്ന് കുറേ പച്ചക്കറിയെല്ലാം വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഉണ്ടാക്കാൻ പോവാണ്. എത്രത്തോളം സക്സസ് ആവുമെന്നൊന്നും അറിയില്ല. എന്തായാലും മോമോസ് ഉണ്ടാക്കാനുള്ള മാവെല്ലാം കുഴച്ച് അതൊക്കെ ഒന്ന് പരത്തി റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടാണ് ഞങ്ങൾ മുകളിലേക്ക് കയറി വന്നത്. ഒരുപാട് ടൈമൊന്നും എടുത്തില്ല കേട്ടോ. ഞങ്ങൾ കുറേ നേരം ഇതൊന്ന് വരച്ചെല്ലാം റെഡി ആയിക്കൊണ്ടിരുന്നു. ഉച്ചയ്ക്ക് ശേഷം ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കാമെന്ന് കരുതി. ഉച്ചയ്ക്ക് ശേഷമല്ല, ഒരു 12 മണിയൊക്കെ ഞങ്ങൾ എഴുന്നേറ്റപ്പോൾ തന്നെ 10 മണിയായി. 12 മണിയൊക്കെ പിന്നെ ചെയ്യാമെന്ന് കരുതി. അതിനിടയ്ക്ക് ഞങ്ങൾക്ക് ചെറുതരം ദാഹിച്ചപ്പോൾ ഞങ്ങൾ ആദ്യമേ രാവിലെ തന്നെ ഫുഡ് കഴിക്കാൻ പോയ സമയത്ത് കുറച്ച് ഡ്രിങ്ക്സ് കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതങ്ങ് കുടിക്കാമെന്ന് കരുതി. പിന്നെ അടുത്ത് ഞങ്ങളുടെ പരിപാടി തുടങ്ങി. ആദ്യം തന്നെ ഉച്ചയാവാറായതുകൊണ്ട് തന്നെ ചേച്ചിയുടെ അച്ഛനും പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ചേച്ചി ഒരു സലാഡ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിനിടയ്ക്ക് ഇത് കാണിച്ചിരുന്ന വേറൊന്നുമല്ല, ഞങ്ങൾ മോമോസ് ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷൻസ് ആണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതെന്ന് പറയുന്നത് ഉരുളക്കിഴങ്ങ് വേവിക്കാൻ വെച്ചാണ് കേട്ടോ. സംഭവം എങ്ങനെയുള്ളതൊക്കെ ഉണ്ടാക്കി അങ്ങ് എടുക്കാമെന്ന് കരുതി. ഇതെന്ന് പറയുന്നത് കുറച്ച് വെള്ളരിക്ക നീളത്തിൽ അരിഞ്ഞതിന് ശേഷം നമ്മൾ ഈ സലാഡിനൊക്കെ യൂസ് ചെയ്യുന്ന വെള്ളരിക്കയില്ലേ, അത് വേണം കേട്ടോ എടുക്കാനായിട്ട്. അതിലേക്ക് കുറച്ച് തൈരും കുരുമുളക് പൊടിയും മുളക് പൊടിയും ഒക്കെ ഇട്ടൊന്ന് ഉപ്പൊക്കെ ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇതൊക്കെ കുറഞ്ഞു കൊണ്ടാണ് ചേച്ചി പിന്നെയും പിന്നെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ സത്യം പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ വീട്ടിൽ വന്നിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത് ഇങ്ങനെ നീളത്തിലും അരിയാം. അതല്ല നിങ്ങൾക്ക് കുഞ്ഞിതായിട്ടാണ് വേണ്ടതെങ്കിൽ കുഞ്ഞിതായിട്ട് അരിഞ്ഞുണ്ടാക്കട്ടോ. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അമ്മ ഇതുണ്ടാക്കൂട്ടോ, അടിപൊളി ടേസ്റ്റ് ആണ്. പിന്നെ ഒരു കാര്യം, പുളിയില്ലാത്ത തൈര് വേണം എടുക്കാൻ നോക്കാനായിട്ട്. അങ്ങനെ അത് സെറ്റാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങള് പുറത്ത് പോയിട്ട് വന്നുകൊണ്ട് ഞങ്ങൾക്ക് ബോളി, അതായത് ഇവിടെ എന്താ പേര് എനിക്ക് പറയണമെന്ന് അറിയില്ല, ഞങ്ങൾ കോട്ടയത്തൊക്കെ ബോളി എന്നാണ് പറയണേ. ഇവിടുത്തെ നമ്മുടെ നാട്ടിലെ ബോളി എന്ന് പറയുന്നത് നമ്മൾ പായസത്തിൻ്റെ കൂടെ കഴിക്കുന്ന ബോളിയില്ലേ, ആ ഒരു ബോളി, അതിനെയാണ് ബോളി എന്ന് പറഞ്ഞാൽ കൂടുതലും കേട്ടിട്ടുള്ളത്. ഞാൻ ഹോസ്റ്റലിൽ പഠിച്ചത് കോട്ടയത്താണ് കേട്ടോ. അപ്പം അവിടെ ഇതിനെയാണ് ബോളി എന്ന് പറയുന്നത്. അതും ഡ്രിങ്ക്സ് വെള്ളം കുടിച്ചു. പിന്നെ ഞങ്ങൾ മോമോസ് ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷൻസ് ആയിരുന്നു കേട്ടോ. ഇതൊക്കെയാണ് നമ്മൾ മോമോസ് ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്ന വെജിറ്റബിൾസ്. വെജ് മോമോസാണ് ഉണ്ടാക്കുന്നത്. നെക്സ്റ്റ് ടൈം ഞങ്ങൾ ഉത്സവത്തിൻ്റെ ആ സമയത്ത് ഞാൻ ചേച്ചിയുടെ വീട്ടിൽ പോകുന്ന സമയത്ത് ഞങ്ങൾ കുറച്ചുകൂടി പ്ലാൻ ചെയ്ത് ചെയ്യാമെന്ന് കരുതി. കാരണം ഇത്തവണ ഞങ്ങൾ ഒട്ടും തന്നെ പ്ലാനിങ് ഒന്നും ഇല്ലായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഒരു ദിവസം നിന്നു, ഇത്തവണ 2 ദിവസം നിന്നു. ഇനി കുറച്ചുകൂടി ദിവസം നിൽക്കാൻ കണക്കൊക്കെ വരാനാണ് ചേച്ചിയും ആൻറ്റിയും ഞങ്ങളെല്ലാം പറഞ്ഞ് എന്നെ വിട്ടത്. അപ്പോൾ ഞങ്ങൾ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഞങ്ങൾ അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിന് കൈ വെച്ചൊന്ന് ഉടച്ചു കൊടുക്കാം. വേറെ എന്തെങ്കിലും ഇതിൻ്റെതായ ടൂൾസൊക്കെ ഉണ്ട്. തൽക്കാലം ഞങ്ങൾ അതൊന്നും ഇവിടെ യൂസ് ചെയ്യുന്നില്ല. ഞങ്ങളുടെ സ്വന്തം കൈവച്ച് തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് ഒന്ന് ഉടച്ചെടുക്കുകയാണ്. ഇതിലേക്ക് കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പുമാണ് ഞങ്ങൾ ആദ്യമേ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ലേശം സോയാ സോസും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സോയാ സോസ് ഒഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. ഞാൻ മിക്ക വീഡിയോസിലും സോയാ സോസ് ഒഴിച്ചാണ് മോമോസ് ഉണ്ടാക്കുന്നത് കണ്ടിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കും. പിന്നെ ഈ വീഡിയോ കാണുമ്പോൾ പലർക്കും തോന്നിയേക്കാം കോളേജിലെ സീനിയറിൻ്റെ വീട്ടിലൊക്കെ പോയി ഇവർക്ക് നിൽക്കാൻ ഒന്ന് കുഴപ്പമില്ല എന്നൊക്കെ തോന്നിയേക്കാം. പക്ഷേ സീനിയർ ആണെന്നേ ഉള്ളൂ. ഞങ്ങൾ ശരിക്കും സ്വന്തം ചേച്ചി അനിയത്തി പോലെയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ. പിന്നെ ഞങ്ങൾക്ക് ആർക്കും കുഴപ്പമില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കും കുഴപ്പം വരേണ്ട ആവശ്യമില്ല.
അങ്ങനെ നമ്മുടെ ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടു. അടിപൊളി ടേസ്റ്റ് ആണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് കുറച്ചുകൂടി ഇടുന്നത് നല്ലതായിരിക്കും. അങ്ങനെ ഇതാണ് നമ്മുടെ മാവ്. ഞാൻ നേരത്തെ പറഞ്ഞത് മാവ് പരത്തി വെച്ചതാണല്ലേ, സോറി കേട്ടോ, മാവ് പരത്തിയിട്ടൊന്നുമില്ലായിരുന്നു, ജസ്റ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതിനെ ഞങ്ങൾ നന്നായിട്ടൊന്ന് പരത്തി എല്ലാം റെഡിയാക്കി എടുക്കുകയാണ്. ആദ്യം ഞാൻ ജസ്റ്റ് ഒന്ന് പരത്തി, പിന്നീടാണ് ഓർത്ത് ചെറിയ ചെറിയ ബോൾസ് ആക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടി നന്നായിരിക്കുമെന്ന്. ഇതിനാണ് ചെറുതായിട്ട് ബോൾസ് ആക്കിയതിന് ശേഷം അതിനെ നന്നായിട്ടൊന്ന് പരത്തി എടുത്തിട്ട് നമ്മൾ ഈ പുട്ടുണ്ടാക്കൂലേ, ചിരട്ടപ്പുട്ട് ഉണ്ടാക്കുന്ന ആ ഒരു സംഭവത്തിൻ്റെ മൂടി എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് റൗണ്ടിൽ ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. അതിനിടയ്ക്ക് നമ്മൾ മിക്സ്ചറിനകത്തോട്ട് ജസ്റ്റ് വേറൊന്നും ടേസ്റ്റായിട്ട് എന്തെങ്കിലും ചിക്കന് പകരം എന്തെങ്കിലുമൊക്കെ വേണമല്ലോ എന്ന് ഓർത്ത് ഞങ്ങൾ കുറച്ച് മുട്ട ഒന്ന് ചിക്കിയിട്ട് അതിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. മുട്ടയ്ക്കകത്ത് കുറച്ച് കുരുമുളക് പൊടി ഉപ്പും ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനിടയ്ക്ക് ഞങ്ങൾ ചോറ് കഴിക്കാൻ വേണ്ടി ഇരുന്നു. ഇതാണ് ഞങ്ങളെ ചോറിലുണ്ടായിരുന്ന സാധനങ്ങൾ. അങ്ങനെ ചോറെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് അടുത്ത് ഞങ്ങൾ പോയത് ബാക്കി ചേച്ചിക്ക് എഴുതാനുള്ളത് എഴുതാനും പിന്നെ ഞാൻ വരയ്ക്കുള്ളത് വരയ്ക്കുകയൊക്കെ ചെയ്തു. അതിനിടയ്ക്ക് ചേച്ചി എനിക്ക് കുറച്ച് മുട്ടായിസ് ഒക്കെ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. ചേച്ചി TTC പഠിക്കുന്നതുകൊണ്ട് തന്നെ അവിടെ കുട്ടികളെ കൊണ്ട് കൊടുക്കുന്ന മുട്ടായി ചേച്ചി അതുപോലെ തന്നെ വീട്ടിൽ കൊണ്ടുവരും. അതാണ് കേട്ടോ ഇത്. മോമോസ് ഉണ്ടാക്കി കഴിഞ്ഞില്ല, ഇനി മോമോസ് ഉണ്ടാക്കണം. ഞാനപ്പോൾ കുളിച്ചിട്ട് വരാമെന്ന് കരുതി. ഇനി കുളിച്ചിട്ട് മോമോസ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട് നമുക്കിനി ക്ഷേത്രത്തിൽ പോകണം. ക്ഷേത്രത്തിൽ ഉത്സവം കാണാനായിട്ട് ഇന്ന് ലാസ്റ്റ് ദിവസമാണ് വെള്ളനാട് ക്ഷേത്രത്തിലെ. അപ്പോൾ അങ്ങോട്ടേക്ക് പോകണം. അപ്പം ഞാൻ കുളിച്ചിട്ട് പെട്ടെന്ന് വരാം. അങ്ങനെ ഞാൻ പോയി ഒന്ന് അടിപൊളിയായിട്ടൊന്ന് കുളിച്ചിട്ടൊക്കെ വന്നു. അതിനിടയ്ക്ക് നല്ല അടിപൊളി മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലത്തെ ചൂടൊക്കെ അങ്ങ് പോയി. ചെറിയൊരു പേടി ഉണ്ടായിരുന്നു ഇന്ന് ക്ഷേത്രത്തിൽ പോകാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ. പക്ഷേ ആ കുഴപ്പമൊന്നും ഉണ്ടായില്ല. പിന്നെ കണ്ടോ, നല്ല മഴയായിരുന്നു. ഞാൻ കുളിച്ചിട്ട് വന്നിട്ട് പോലും ആ മഴ മാറിയിട്ടില്ലായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വീണ്ടും അവിടെ നിന്ന് ചേച്ചിക്ക് കുറച്ചൊക്കെ ഒന്ന് വരച്ച് എല്ലാം റെഡിയാക്കി കൊടുത്തു. അടുത്ത് ഞങ്ങൾ പോയത് മോമോസ് ഉണ്ടാക്കാനായിരുന്നു. മോമോസ് ഇതുപോലെ എടുത്തിട്ട് അതിനകത്തേക്ക് ഫില്ലിങ്സ് വെക്കാം. പിന്നെ ഒരു കാര്യം ഞാൻ പറയാനായിട്ട് വിട്ടുപോയി. ഞങ്ങളിതിൽ ഗോതമ്പ് മാവാണ് കേട്ടോ എടുത്തിരിക്കുന്നത്, മൈദ ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഗോതമ്പാണ് എടുത്തത്. പിന്നെ കുറച്ചുകൂടി നല്ലത് ഗോതമ്പ് എടുക്കുന്നതാണ് കേട്ടോ. പിന്നെ ഞാൻ വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ള പോലെ ഈ മോമോസ് ഒന്ന് ആ ഒരു ആകൃതിയിൽ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് എടുക്കാൻ നോക്കിയതാണ്. പക്ഷെ എൻ്റെ ഫില്ലിങ്സ് കൂടിപ്പോയത് കൊണ്ടാണോ എന്നറിയില്ല, വിചാരിച്ച പോലെ വന്നില്ലെങ്കിലും പക്ഷെ കുഴപ്പമില്ലായിരുന്നു. എന്നാൽ ഈ ഫസ്റ്റത്തെ ഇത് മാത്രമേ ഇങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കിയെല്ലാം ഓരോന്നും ഓരോ ഷേപ്പിലായിരുന്നു. ഇതാണ് നമ്മുടെ മോമോസ്. ഞാൻ ഇത് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് ജസ്റ്റ് ഒന്ന് വീഡിയോ കണ്ടുണ്ടാക്കിയതാണ് കേട്ടോ. പിന്നെ നമ്മൾ മൈദ അല്ലാത്തതുകൊണ്ട് തന്നെ ഗോതമ്പൊക്കെ ഇങ്ങനെ നല്ല രീതിയിൽ ഒന്ന് വിട്ട് വരുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആദ്യം കാണിച്ചത് നല്ല വൃത്തിക്ക് വന്നതും ഈ മൂന്ന് ഷേപ്പിലാണ് വന്നത്. അടുത്ത് പിന്നെ എന്താ, ഞങ്ങൾ കുറച്ച് സോസ് ഉണ്ടാക്കാമെന്ന് കരുതി. സോസ് വീട്ടിലില്ലാത്തതുകൊണ്ട് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അങ്ങ് ഉണ്ടാക്കാമെന്ന് കരുതി. ആദ്യം തന്നെ ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക. എന്നിട്ട് തക്കാളി മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് അതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ചൂടായി വരുമ്പോൾ കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിലേക്ക് കുറച്ച് സോയാ സോസ് ഒഴിക്കുക. എന്നിട്ട് അതും ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് കുറുകി വരുന്നവരെ വെയിറ്റ് ചെയ്യുക കേട്ടോ. ആദ്യമേ സോയാ സോസ് ഒഴിച്ചപ്പോൾ ഞങ്ങൾക്ക് അത്ര വലിയ ടേസ്റ്റ് ഒന്നും തോന്നിയില്ല. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ തോന്നി. കാരണം ഞങ്ങൾ പ്രതീക്ഷിച്ച ആ ഒരു ടേസ്റ്റ് വന്നിട്ടില്ലായിരുന്നു സോസ് ഉണ്ടാക്കിയ സമയത്ത്. അങ്ങനെ മോമോസ് ഒക്കെ ഞങ്ങൾ വേകാൻ വേണ്ടി അടുപ്പിൽ കയറ്റി. അതിനിടയ്ക്ക് ചായ ഇടാമെന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടോ. അങ്ങനെ ചായ ഇട്ട് വെച്ചപ്പോഴത്തേക്കും നമ്മുടെ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും കൂടി ഇട്ട് കഴിഞ്ഞപ്പോൾ അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് നമ്മൾ ഉണ്ടാക്കി വെച്ച മോമോസും മറ്റത് ബാക്കി വന്ന ഫില്ലിങ്സ് ആണ് കേട്ടോ. അത് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാമെന്ന് കരുതി. അങ്ങനെ ചായയും വേണ്ടി ഞങ്ങൾ അത് കഴിച്ചു. പിന്നെ ഇപ്പം ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങളിത് റെഡി ആവാൻ വേണ്ടി വന്നതാണ്. പക്ഷെ കുറേ സംസാരിച്ചിരുന്നു ഞങ്ങൾ സമയം പോയത് അറിഞ്ഞില്ല. അങ്ങനെ പെട്ടെന്ന് റെഡി ആയിട്ട് ഇറങ്ങി. ഈ ഇരുട്ടത്ത് പോകുന്ന വേറെ എങ്ങോട്ടുമല്ല, ഞങ്ങൾ നേരെ ക്ഷേത്രത്തിലോട്ട് പോവാണ്. അവിടെ ഇന്ന് ലാസ്റ്റത്തെ ദിവസമാണ് കേട്ടോ. അപ്പം ഞാൻ നാളെ രാവിലെ തിരിച്ചെൻ്റെ വീട്ടിലേക്ക് പോകും. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇന്നലത്തെക്കാളും നല്ല തിരക്കായിരുന്നു. ഞങ്ങൾ തന്നെ അതിശയിച്ചു പോയി. കാരണം ഇന്നലെ വരെ ഇത്രയും തിരക്ക് പോലും ഇല്ലായിരുന്നു. കണ്ടില്ലേ, നല്ല തിരക്കായിരുന്നു ലാസ്റ്റ് ദിവസം ഉത്സവത്തിന്. അങ്ങനെ ഞങ്ങൾ നേരെ ആദ്യമേ തൂക്കം കാണാൻ വേണ്ടി പോയി. അപ്പം തൂക്കം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് കണ്ടു. പിന്നെ അവിടെ നിന്ന് കുറേ നേരം തൂക്കം എല്ലാം കണ്ടു. ഇതിൻ്റെ വ്ളോഗ് ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടു നോക്കണം കേട്ടോ. കുറേ നേരം തൂക്കം എല്ലാം കണ്ടു നിന്നപ്പോൾ വീട്ടിൽ നിന്ന് വിളി വന്നു ചെല്ലാൻ പറഞ്ഞു. കാരണം നല്ല തിരക്കുള്ളതുകൊണ്ട് അവിടെ നിൽക്കുന്ന സേഫ് എല്ലാം തോന്നി. പിന്നെ ഞങ്ങൾക്ക് നല്ല ദാഹം ഉണ്ടായിരുന്നുകൊണ്ട് ഒരു ലൈമൊക്കെ കുടിച്ചു. അങ്ങനെ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ചോളം കഴിക്കാൻ എനിക്കൊരു മോഹം. അങ്ങനെ ചോളം കഴിക്കാൻ വേണ്ടി പൈസ കൊടുക്കാൻ നോക്കിയിട്ട് എന്ത് ചെയ്താൽ ഗൂഗിൾ പേ വർക്കാവുന്നില്ല. അങ്ങനെ അവിടുന്ന് ഉത്സവം എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു. ഇത്തവണ അങ്കിൾ വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ നേരെ ഓട്ടോയിൽ വീട്ടിലേക്ക് വരിക ചെയ്തത്.
അങ്ങനെ വീട്ടിലെത്തി നേരെ ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് താഴേക്ക് പോയി. താഴെ ചെന്നപ്പോൾ ചപ്പാത്തിയും അടിപൊളി ചിക്കൻ കറി ആൻറ്റി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിച്ചു കഴിഞ്ഞ ഉടനെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്ന ചോളം ഞങ്ങൾ എല്ലാവരും കൂടി ഷെയർ ചെയ്ത് കഴിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ആൻറ്റി മാങ്ങ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മാങ്ങ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി കട്ട് ചെയ്ത് തന്ന് ഞങ്ങൾ അതെല്ലാം കഴിച്ച് നേരെ ഉറങ്ങാൻ പോയി. രാത്രിയിൽ എഴുന്നേറ്റ് ആരും അറിയാതെ മാഗിയൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നത് ഞാനും ചേച്ചിയും പ്ലാൻ ചെയ്താണ് കേട്ടോ. പക്ഷെ എനിക്ക് പീരീഡ്സ് ആയി, അതിനിടയ്ക്ക് നല്ല വയറുവേദനയും എല്ലാ അസ്വസ്ഥതയും ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അറിയാതെ ഒന്ന് ഉറങ്ങിപ്പോയി. പിന്നെ എഴുന്നേറ്റത് രാവിലെയാണ്. ആദ്യം ഞാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ നാളെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകുന്നുണ്ട്, അതും കൂടി ചേർത്ത് ഇതൊറ്റ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന്. പക്ഷേ അത് പകുതിയേ ഉള്ളൂ. അപ്പോൾ ഞാനൊരു വ്ളോഗായിട്ട് നാളെ എന്തായാലും അപ്ലോഡ് ചെയ്യാം, കാണാനാരും മറക്കല്ലേ. ഇന്നലെ വീഡിയോ അവസാനിപ്പിക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ബൈ.